പി ജെ ജോസഫിൻ്റെ കൂടെ നിലയുറച്ച് നിൽക്കുകയാണ് പി സി തോമസ്. നമുക്കറിയാം 2004 NDA ക്യാമ്പിൽ നിന്നും വിജയിച്ച ഏക വ്യക്തി പി സി തോമസ് ആണ്. അന്ന് മൂവാറ്റുപുഴയിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരാജയപ്പെടുത്തിയാണ് പി സി തോമസ് വിജയിച്ചത്. എന്നാൽ 2006 അദ്ദേഹത്തിനെ അയോഗ്യനാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ പി സി തോമസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കൂടെയാണ്. വിശാലമായ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ലയനം അനിവാര്യമായിരുന്നു എന്നായിരുന്നു പി സി തോമസ് പറഞ്ഞത്. ഒരുപക്ഷെ ആ ലയനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രാൻസിസ് ജോർജിൻ്റെ മിന്നുന്ന വിജയത്തിന് കോട്ടയത്ത് കാരണമായി. കൃത്യമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ജോസഫിന് അവകാശപ്പെടാനുള്ള എല്ലാ രീതിയിലുള്ള ആനുകൂല്യവും പി സി തോമസ് ഉൾപ്പെടെയുള്ളവർ നേടിക്കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നന്നേ കുറവായിരിക്കും. ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സീറ്റുകൾ ഇപ്പോൾ വിജയിച്ച സീറ്റുകൾ അനുവദിച്ചാൽ തന്നെ അത് വലിയ അത്ഭുതമായിരിക്കും. കാരണം ജോസ് കെ മാണിയെ തള്ളിക്കളയാനാണ് ഇടതുപക്ഷത്തിനകത്ത് പ്രധാനമായും തീരുമാനം. പ്രധാനമായും CPI ജോസ് കെ മാണിയെ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാം ജോസ് കെ മാണി മുന്നണിയിലേക്ക് എത്തുന്ന നേരത്ത് കാനം രാജേന്ദ്രൻ കൃത്യമായി പറഞ്ഞത് ഇത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുണ്ടാക്കും എന്ന രീതിയിലായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണിക്ക് പകരമായി ഞങ്ങൾ ബദൽ നയം കൊണ്ടുവരാം എന്നായിരുന്നു അന്ന് കാനം രാജേന്ദ്രൻ ഉറക്കെ പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ പി സി തോമസ് കൂടി അതിശക്തമായി പി ജെ ജോസഫ് ഗ്രൂപ്പിൽ കൂടെ നിൽക്കുമ്പോൾ ജോസ് കെ മാണിക്ക് വീണ്ടും വീണ്ടും തലവേദനയാണ്. അതുമാത്രമല്ല, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോട്ടയത്തും ഇടുക്കിയിലും ഒരുപോലെ ആധിപത്യം പി ജെ ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതൊരുപക്ഷെ എറണാകുളത്തേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിക്കുന്ന രീതിയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ കഴിഞ്ഞ തവണ തോറ്റെങ്കിലും ഇക്കുറി വലിയ രീതിയിൽ UDFൻ്റെ അനുകൂല സാഹചര്യമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന മുന്നേറ്റമായിരിക്കും അതിന് ശോഭ കൂട്ടാൻ പോകുന്നത് എന്ന് പി ജെ ജോസഫ് അണികളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിൽ ജയിച്ചു കയറേണ്ടത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാണി കോൺഗ്രസിനെ തകർത്തെറിയുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നീങ്ങുന്നത്. മന്ത്രിസ്ഥാനത്ത് ഒരു വൻ പരാജയമായി മാറിയ ജലവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കി വെച്ച റോഷി അഗസ്റ്റിൻ. വാസ്തവത്തിൽ ഹൈറേഞ്ചുകാർക്ക് ഇപ്പോൾ റോഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചതുർത്ഥിയാണ്. ആ രീതിയിലേക്ക് റോഷി അഗസ്റ്റിൻ കാര്യങ്ങൾ എത്തിച്ചിരിക്കും. ഇനി ഇടുക്കിയിൽ മത്സരിക്കാനുള്ള ധൈര്യം പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. വാസ്തവത്തിൽ പി ജെ ജോസഫ് ഗ്രൂപ്പിന് പാട്ടും പാടി ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്.